BJP പ്രവർത്തകർ ഇതിനകം നീങ്ങിയിട്ടുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത്. അവർ മറുഭാഗത്ത് യഥാർത്ഥത്തിൽ ബാരിക്കേഡ് ഇല്ലാതെ എമർജൻസി ഗേറ്റ് എന്ന നിലയ്ക്ക്, അതായത് പോലീസിനെ സംബന്ധിച്ച് ആ നീക്കം, BJPയുടെ ആ നീക്കം അപ്രതീക്ഷിതമായിരുന്നു. കാരണം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയ ഭാഗത്തേക്ക് യഥാർത്ഥത്തിൽ പോലീസ് കേന്ദ്രീകരിച്ചു. ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും ആ ഭാഗത്ത് തന്നെ ആയിരുന്നു. ഇതിനിടെ മറുഭാഗത്ത് കൂടി എമർജൻസി ഗേറ്റിന്റെ ഭാഗത്ത് പോലീസിന്റെ സാന്നിധ്യം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. ആ മറുഭാഗത്ത് യൂത്ത് കോൺഗ്രസിന്റെ സമരം നടക്കുന്നത് കൊണ്ട് തന്നെ മറ്റൊരു ഭാഗത്ത് കൂടി BJP പ്രവർത്തകർ യഥാർത്ഥത്തിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിനകത്തേക്ക് പ്രവേശിച്ചു എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതെന്ന് ഞാൻ കരുതുന്നു. ആ ഭാഗത്ത് യഥാർത്ഥത്തിൽ പോലീസിനെ വിന്യസിച്ചിരുന്നില്ല. അതുകൊണ്ട് മെഡിക്കൽ കോളേജിനകത്തേക്ക് നമുക്ക് ആകാശദൃശ്യങ്ങളിലൂടെ അത് കുറച്ചുകൂടി വ്യക്തമാക്കാം. അതായത് പ്രധാന കവാടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയുന്നതിനായി ബാരിക്കേഡ് വെച്ച് പോലീസ് നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ മറുഭാഗത്ത് തുറന്നു കിടന്നിരുന്ന ഗേറ്റിലൂടെ BJP പ്രവർത്തകർ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സജോ ദേവസ്യ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയുന്നതിനായി പോലീസ് സംവിധാനമെല്ലാം ഇപ്പോഴും അവിടെ തുടരുകയാണോ? അകത്തേക്ക് പ്രവേശിച്ചതിന് പിന്നാലെ പോലീസ് സംഘം യഥാർത്ഥത്തിൽ ഇപ്പോൾ അകത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. അവർ ഒരു ഭാഗത്തുകൂടി കൂടുതൽ പോലീസ് സംഘത്തെ അങ്ങോട്ടേക്ക് നിയോഗിക്കുകയും ഇപ്പോൾ അവർ അങ്ങോട്ടേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിൽ. പക്ഷേ അത് അപ്രതീക്ഷിതമായിരുന്നു. BJP പ്രവർത്തകരും കവാടത്തിന് മുന്നിൽ പ്രതിഷേധിക്കാനാണ് യഥാർത്ഥത്തിൽ എത്തിയത്. പക്ഷേ ആ ഘട്ടത്തിൽ സംഭവിച്ചത് അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് അവിടെ എത്തി ആദ്യം തമ്പടിച്ചു നിന്ന് മുദ്രാവാക്യം വിളിച്ചെങ്കിലും പിന്നാലെ BJP പ്രവർത്തകർ മറുഭാഗത്തുകൂടി അകത്തേക്ക്, അതായത് മെഡിക്കൽ കോളേജിന് അകത്തേക്ക് നീങ്ങി. അത് അപ്രതീക്ഷിതമായിരുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് എടുത്തു പറയേണ്ടത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് ഇപ്പോൾ മെഡിക്കൽ കോളേജിനകത്ത് വെച്ച് മാർച്ച് ഇപ്പോൾ തടഞ്ഞിട്ടുണ്ട്. പോലീസ് സംഘം അടക്കം, അതായത് ഇത് മെഡിക്കൽ കോളേജിന്റെ OP രജിസ്ട്രേഷൻ ബ്ലോക്ക് അടക്കം പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിനകത്തേക്ക് BJP പ്രവർത്തകർ കടന്നിരിക്കുന്നു. N ഹരി അടക്കമുള്ള, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ യഥാർത്ഥത്തിൽ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. BJP പ്രവർത്തകർ കവാടത്തിൽ തന്നെ പ്രതിഷേധിക്കുമെന്നായിരുന്നു അറിയിച്ചത്. അവിടെ പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. ആ സമരം ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. നമുക്ക് ലിജിൻ ലാലിനെയൊക്കെ അവിടെ കാണാം. ലിജിന്റെയൊക്കെ നേതൃത്വത്തിൽ, ലിജിനല്ലേ അവിടുത്തെ ഈ ഘടകത്തിന്റെ ചുമതല? അതായത് ലിജിൻ ലാലിന്റെ നേതൃത്വത്തിലാണ് ആ സമരം നടക്കുന്നത്. അതായത് ലിജിൻ ലാലിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ഘടകം ആണ് ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന നേതാക്കളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് BJP പ്രവർത്തകർ എത്തിയത്. അവരുടെ പ്രതിഷേധം പക്ഷേ മെഡിക്കൽ കോളേജിന് പുറത്ത് തന്നെ സംഘടിപ്പിക്കും എന്നതായിരുന്നു അറിയിച്ചിരുന്നത്. ഇതിപ്പോൾ മെഡിക്കൽ കോളേജിന് അകത്തേക്ക് ആ പ്രതിഷേധ വേലിയേറ്റം എത്തുന്നു എന്നതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത്. അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരുന്നു. BJP പ്രവർത്തകർ വന്നപ്പോൾ അവരെ യഥാർത്ഥത്തിൽ കവർ ചെയ്യാൻ പോലീസ് ശ്രമിച്ചില്ല. അതുകൊണ്ട് ആ ഭാഗത്ത് BJP പ്രവർത്തകർ സമരം ചെയ്യാൻ ഉദ്ദേശിച്ച ഭാഗത്ത് മണിക്കൂറുകളായും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മറുഭാഗത്തുകൂടി, അതായത് എമർജൻസി ഗേറ്റ് വഴി യഥാർത്ഥത്തിൽ അകത്തേക്ക്, അതായത് സമരം ഇപ്പോൾ മെഡിക്കൽ കോളേജ് വളപ്പിലാണ് നടക്കുന്നത്. പുറത്ത് കവാടത്തിന്റെ അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ അവിടെ തുടരുന്നു. മറുഭാഗത്ത് BJP വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധവും നടക്കുകയാണ്. എമർജൻസി ഗേറ്റ് വഴിയാണ് BJP പ്രവർത്തകർ ഇപ്പോൾ മെഡിക്കൽ കോളേജ് വളപ്പിനുള്ളിൽ കടന്നത്. ഇനി ഇവരെ ഇവിടെ നിന്ന് പുറത്തിറക്കണമെങ്കിൽ പോലീസിന്റെ വാഹനമടക്കം കവാടത്തിന് പുറത്തല്ലേ സജോ? എങ്ങനെ ഇവരെ പിടിച്ച് പുറത്താക്കും? സുജയ, ഇനിയിപ്പോൾ അക്കാര്യത്തിൽ എന്താണ് പോലീസിനെ സംബന്ധിച്ച് ചെയ്യാൻ കഴിയുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം കുറേ അധികം ദൂരം അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഏതാണ്ട് ഒരു 200 മീറ്ററോളം അകത്തേക്ക് പ്രവേശിക്കുകയും മെഡിക്കൽ കോളേജിന്റെ OP രജിസ്ട്രേഷൻ ബ്ലോക്കിന്റെ ഭാഗത്തേക്ക് എത്തുകയും ചെയ്തു. അവിടെ ഈ പ്രധാന പാതയോട് ചേർന്നുള്ള വശത്ത്, അതായത് എമർജൻസി ഗേറ്റിന്റെ ഒരു പ്രധാന ഭാഗത്തോട് ചേർന്ന പാതയിലെ പ്രദേശത്ത് തന്നെ അവിടെ വഴിയിൽ കുത്തിയിരുന്നുകൊണ്ടുള്ള പ്രതിഷേധം തുടരുന്നു. പോലീസ് സന്നാഹത്തെ ഒരു ഭാഗം ഫോഴ്സിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. മറ്റു ഭാഗത്തേക്ക് തള്ളിക്കയറാൻ ഇപ്പോൾ BJP പ്രവർത്തകർ യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നില്ല. അതേസമയം മറുഭാഗത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും തുടരുകയും ചെയ്യുന്നുണ്ട്. അവർ പക്ഷേ ഈ ഭാഗത്തേക്ക് പ്രവേശിച്ചില്ല. അവർ ബാരിക്കേഡ് മറികടന്ന് അവരുടെ വലിയ പ്രതിഷേധ വേലിയേറ്റം തന്നെ അവിടെ കണ്ടു. അതിനുശേഷം അവിടെ തന്നെ തമ്പടിച്ച് തുടരുകയാണ്. അതിനിടെയാണ് അപ്രതീക്ഷിതമായി പുറത്തു തന്നെ പ്രതിഷേധിക്കും എന്ന ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്ന BJP പ്രവർത്തകർ ഈ സാഹചര്യത്തിന് അനുസൃതമായി അവരുടെ സമര രീതിയും ശൈലിയും സ്ട്രാറ്റജിയും മാറ്റുകയും പ്രതിഷേധം അകത്തേക്ക് നീങ്ങുകയും ചെയ്തത്.